വലിയ ആർഭാടമൊന്നും ഇല്ലാത്ത ഒരു ചിക്കൻ കറി ആട്ടോ ഇന്ന് വെക്കുന്നത്. വലിയ ആർഭാടം ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി മെനപണിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, സവാള കറിവേപ്പില ഇട്ടു. അതിന് ശരിക്കും ഒന്ന് ഇളക്കണം. ഇളക്കണതിന് മുന്നേ നമുക്ക് അതൊന്ന് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതായത് സവാളയ്ക്ക് ആവശ്യത്തിനും, പിന്നെ അത് കഴിഞ്ഞ് തക്കാളിക്ക് ആവശ്യത്തിനും, അത് കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ ആവശ്യത്തിനും ഉള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഒന്ന് മൂടി വെച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒരുമാതിരി ചിക്കൻ നല്ലോണം ഒന്ന് ഉടഞ്ഞു കഴിയുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു. ഇപ്പം നമ്മുടെ പൊടി ഇടുന്ന സമയമായി. പൊടി ഇടാനായിട്ട് ഈ പൊടികളെല്ലാം പറ്റും, ഞാൻ ഇടുന്നില്ല കേട്ടോ. ഇതിനകത്ത് ആകപ്പാടെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, നല്ല മുളക് പൊടി, ചിക്കൻ മസാല ഇത്രേ ഇട്ടിട്ടുള്ളൂ. ആ പൊടികളൊന്ന് വെന്ത് വന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ അകത്തോട്ട് തക്കാളി ഇട്ടു. രണ്ട് തക്കാളി കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത്. കാരണം 1.25 കിലോ ചിക്കനേ ഉള്ളൂ. ഈ തക്കാളി വേവാൻ വേണ്ടി മാത്രം നമ്മൾ അതിന് പാകത്തിന് മാത്രം നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തത്. തക്കാളി ഒന്ന് വെന്തുടങ്ങിയപ്പോൾ ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തായിരുന്നേ. ചിക്കൻ ഇടുന്ന എൻ്റെ വീഡിയോ പിടിക്കാൻ മറന്നുപോയി. ചിക്കൻ ഇട്ട് കൊടുത്ത് ആ ചിക്കൻ നല്ലോണം ഒന്ന് ഇളക്കി പതുക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി നമ്മൾ മൂടി വെച്ചു. മൂടി വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ ചിക്കൻ്റെ അതൊന്നും തന്നെ വെള്ളം ഇറങ്ങേ. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കണ്ടോ എന്തോരം വെള്ളമാണെന്ന് നോക്കി. അപ്പോൾ ചാറ് വേണ്ടാത്തവർക്ക് നല്ല തീയിൽ വെച്ച് ഈ ചിക്കൻ വേവിച്ചെടുക്കാം. എനിക്ക് ശകലം ചാറ് വേണ്ടിയതുകൊണ്ട് ഞാൻ ചെറുതീയിലിട്ട് വെച്ച് ചിക്കൻ വേവിച്ചെടുത്തു. അങ്ങനെ ചിക്കൻ വേവിച്ച് ഇളക്കി എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല.